പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 26ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് മറിയാമ്മ എന്ന ഒരു ഓർത്തഡോക്സ് വിശ്വാസിയുടെ സാക്ഷ്യമാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മറിയാമ്മ വിൽസൺ. ഞാൻ കൊടച്ചനാട് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ചിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഈ സാക്ഷ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമതായിട്ട് വചനം അനുസരിച്ച് ജീവിക്കാൻ പഠിച്ച ഒരാളാണ്, പരിശ്രമിക്കുന്ന ഒരാളാണ് ഈ മറിയാമ്മ എന്ന ഓർത്തഡോക്സ് വിശ്വാസി. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മ അഭിഷേകം ഉടമ്പടിയിൽ നിബന്ധനകൾ പാലിച്ച് മുന്നേറിയതിലൂടെ പ്രാപിച്ച ഒരു മകൾ കൂടിയാണ് ഈ മറിയാമ്മ. മറിയാമ്മ തൻ്റെ സാക്ഷ്യം ആദ്യ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. വലിയൊരു രോഗസൗഖ്യം ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ലഭിച്ചത് ഞാനിവിടെ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ മറിയാമ്മ രണ്ടാമതായി അൾത്താരയിൽ പങ്കുവയ്ക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ആത്മീയതയുടെ ഒരു അകക്കാമ്പുള്ളതാണ്. ഈ സാക്ഷ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ മകള് ചെവി അടഞ്ഞു പോയതും അലർജി രോഗത്തിൽ നിന്ന് കുടുംബത്തിന് കിട്ടിയ ശമനമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ ആത്മീയതയുടെ അകക്കാമ്പ് ഉൾക്കൊള്ളുന്ന ഒരു സാക്ഷ്യമാണിത്. ഈ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. ഞാനിവിടെ ഉടമ്പടി നിയോഗങ്ങൾ എഴുതിയിടുമ്പോൾ പ്രത്യേകിച്ച് ഭൗതിക കാര്യങ്ങൾ ഒന്നും തന്നെ ചോദിക്കാറില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിച്ച് കുറ്റമറ്റവളായി ജീവിക്കാനാണ് ഞാനിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായി 6:33 തിരുവചനം അനുസരിച്ച് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചേർത്ത് നൽകപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഭൗതിക നേട്ടങ്ങൾക്ക്, ഭൗതിക ആഗ്രഹങ്ങൾക്ക് ഈ മരിയൻ ഉടമ്പടിയിൽ മുൻതൂക്കം കൊടുക്കാറില്ല. അത് ഈ മകള് ആത്മീയതയുടെ ഒരു പടി കൂടി വളർന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. കാരണം അന്നാളുകളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല. ആ ഒരു ആത്മീയ അഭിഷേകത്തിലേക്ക്, ദൈവ ഐക്യത്തിലേക്ക് ആ മകൾ വളർന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് തുടക്കം തന്നെ ഈ മകൾ പങ്കുവയ്ക്കുന്ന ആ ഒരു ആത്മീയ അനുഭവ ജീവിത ഭാഷ്യം. പിന്നീട് ഈ മകൾ പറയുന്നുണ്ട്, ഇപ്പോഴാണ് എന്തൊക്കെയാണ് പാപ അവസ്ഥകളെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് എല്ലാ ധ്യാനവും കൂടാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അച്ഛൻ്റെ ധ്യാനം അച്ഛൻ മനസ്സിലാക്കി തരും നമുക്ക് എന്താണ് പാപമെന്ന്. നമ്മുടെയൊക്കെ പലരുടെയും ഒരു പ്രശ്നം എന്നുള്ളത് നമ്മളെല്ലാം ചെയ്യുന്നത് ശരിയാണ്. നമ്മുടെ ജീവിത നിലപാടുകൾ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, അതൊക്കെ മാനുഷിക ആലോചന തേടി ഒരുപക്ഷെ എടുക്കുന്നതായിരിക്കും. ഇതെല്ലാം ശരിയാണ്, നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ശരിയാണ് എന്നുള്ളൊരു മിഥ്യാധാരണയാണ് പലരുടെയും ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ ഈ മകൾ പറയുകയാണ്, എൻ്റെ പാപ അവസ്ഥകളെക്കുറിച്ച്, എൻ്റെ ആത്മീയ സ്ഥിതിയെക്കുറിച്ച് എനിക്ക് ഈ മരിയൻ ഉടമ്പടി എടുത്തപ്പോൾ ആഴമായിട്ടുള്ള ബോധ്യങ്ങൾ ലഭിച്ചു. അത് യോഹന്നാൻ 16:8 തിരുവചനമാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും, അഥവാ നിങ്ങൾക്ക് അറിവ് നൽകും. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് അവന് പാപത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ചും ആഴമായിട്ടുള്ള അനുതാപത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത ഈ മകൾക്ക് മരിയൻ ഉടമ്പടിയിലൂടെ ലഭിച്ചു. അത് പരിശുദ്ധാത്മ കൃപകൾക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ച് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ ഈ മകള് സ്വന്തമാക്കിയ ഒരു ദൈവകൃപയാണ്. രണ്ടാമതായിട്ട് ഈ മകള് പറയുന്നുണ്ട്, ഞാനും അമ്മയും കൂടെ അതുപോലൊരു ആത്മാർത്ഥ ബന്ധത്തിലേക്ക് വളർന്നു. പഴയ നിയമത്തിൽ രൂത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. 1:16 പറയുന്നുണ്ട്, രൂത്തിൻ്റെ അമ്മായിയമ്മയായിരുന്നു നവോമി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിട്ടു പോകണം, മക്കൾ രണ്ടുപേരും മരിച്ചു പോയപ്പോൾ. പക്ഷേ രൂത്ത് നവോമിയോട് പറയുന്നുണ്ട്, അമ്മയെ വിട്ടു പോകാനും എന്നോട് മടങ്ങി പോകാൻ പറയരുതേ, അമ്മ എവിടെ പോകുന്നോ ഞാൻ അവിടെ വരും.
അമ്മ എവിടെ പാർക്കുന്നോ ഞാൻ അവിടെ പാർക്കും. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, മരണത്താലല്ലാതെ ഞാൻ അമ്മയെ വിട്ടുപിരിയത്തില്ലെന്ന് പറയുന്ന വളരെ വളരെ പ്രസക്തമായ ഒരു ഭാഗം. അത് ഞാൻ പരിശുദ്ധ അമ്മയോട് എപ്പോഴും അമ്മയുടെ മുഖത്ത് നോക്കി, അമ്മ നവോമിയാന്നേ ഞാൻ രൂത്ത അങ്ങനെ പറയുമായിരുന്നു. കാരണം മരണത്താലല്ലാതെ ഇനി അമ്മയിൽ നിന്നും വിട്ടുപിരിയാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ലായിരുന്നു. അതൊരു വല്ലാത്ത ബന്ധമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ നവോമിയുടെ 2 ആൺമക്കളും മരിച്ചപ്പോൾ 2 മരുമക്കളോടും നവോമി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി എനിക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ച് അവർ വളർന്നു വലുതായി ഒരു ജീവിത പങ്കാളിയെ തരാനൊന്നും എനിക്ക് പറ്റില്ല, നിങ്ങൾ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. അപ്പോൾ റൂത്ത് നവോമിയോട് പറയുന്നത് ഇപ്രകാരമാണ്, അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും, അമ്മ പോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ വരും, അമ്മയെ അടക്കം ചെയ്യുന്നിടത്ത് എന്നെയും അടക്കം ചെയ്യണം. അപ്പോൾ സത്യദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഈ റൂത്ത് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതിന് ദൈവപിതാവ് കൊടുത്ത ഉത്തരം വംശാവലിയുടെ ഭാഗമാക്കി ഈ റൂത്തിനെ ഉയർത്തി എന്നാണ്. യേശുവിൻ്റെ വംശാവലിയുടെ ഭാഗമാക്കി ഈ റൂത്തിനെ ഉയർത്തി എന്നുള്ളതാണ്. ഈ ഒരു സംസാരം കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ഓർത്തുപോയി. കാരണം 2012 ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ അന്ന് ഇവിടെ ഒരു ചെറിയൊരു ധ്യാന കേന്ദ്രമാണ്. അന്ന് ഏകദിന ശുശ്രൂഷകളും മരിയൻ തപസ്സും മാത്രം നടക്കുന്ന ഒരു ശുശ്രൂഷ കേന്ദ്രമാണ്. ഒപ്പം തന്നെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിലോട്ട് കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത ഇതാണ്, ഇവിടെ ഒരു കോൺവെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഒരു സിസ്റ്ററായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് നമുക്കതിനുള്ള അനുവാദം പിതാവൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അന്ന് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ചുറ്റുപാടുകളൊക്കെ കൃപാസനത്തിലുണ്ടായിരുന്നത്. അന്ന് ഞാൻ ആഗ്രഹിച്ചൊരു ആഗ്രഹമാണ് ഈ റൂത്ത് പറയുന്നത്. അതായത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറാണ്. അപ്പം ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, അച്ഛൻ എവിടെ അടക്കം ചെയ്യുന്നു, അച്ഛൻ എവിടെയോ ശുശ്രൂഷ ചെയ്യുന്നു, അവിടെ ആയിരിക്കണം എൻ്റെ ശുശ്രൂഷ മേഖല. ഇത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ആന്തരിക ജ്ഞാനമാണ്, ആന്തരികമായിട്ടുള്ള ആലോചനയാണ്. അന്ന് ഞാൻ ചിന്തിച്ചത് ഇപ്രകാരമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ തിയോളജി മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്താണ് അഭിമന്യ ആലപ്പുഴ രൂപത അധ്യക്ഷൻ എന്നോട് പറയുന്നത്, ജോമോളെ ഏതായാലും ഇവിടെ ഇത്രയും നാൾ ശുശ്രൂഷ ചെയ്തതല്ലേ, തുടർന്നുള്ള നടപടികൾക്കായിട്ട് ജോമോള് ഇടവക മാറണം, ഈ കൃപാസനത്തിൻ്റെ ഇടവകപ്പള്ളിയായ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ ഇടവക അംഗത്വം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇത് എന്നോട് പിതാവ് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരിയേറെ സന്തോഷിച്ചു. കാരണം കൃപാസനത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എന്നും സ്മരിക്കപ്പെടുന്നൊരു സ്ഥലമാണ് കലവൂർ. കാരണം ഈ കലവൂർ കൃപാസനം എന്ന പ്രത്യക്ഷീകരണ സന്നിധാനത്തിലൂടെയാണ് ഈ കലവൂർ എന്ന ഈ കൊച്ചു ദേശത്തെ ലോകം മുഴുവനും ഇപ്പോൾ ആലപ്പുഴ രൂപതയുടെ ഭാഗമായി അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒഫീഷ്യലായിട്ട് അതിൽ അംഗത്വം ലഭിക്കുക എന്നുള്ളത് അത് ദൈവപിതാവിൻ്റെ വലിയൊരു അനാദികാലമുള്ളൊരു പദ്ധതിയായിട്ട് എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഞാനിപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ ഇടവപ്പള്ളിയുടെ അംഗമാണ് ഒഫീഷ്യലായിട്ട്, ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ ഈ മകൾ പറയുന്ന പ്രകാരമാണ്, ഇതുപോലുള്ള ഈ റൂത്തും നവോമിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് എനിക്കും അമ്മയും തമ്മിൽ. ഇനി മൂന്നാമതായിട്ട് ഈ അമ്മയുടെ കുറച്ച് സവിശേഷതകളുണ്ട്. ഈ അമ്മ തൻ്റെ പെൺമക്കളെ വചനം കൊടുത്താണ് വളർത്തിയിരിക്കുന്നത്. അത് ഈ അമ്മയുടെ വലിയൊരു സവിശേഷതയാണ്. ഈ അമ്മ പറയുന്നുണ്ട്, 5000-ഓളം വചനങ്ങൾ എൻ്റെ മക്കളെ ഞാനിപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ വിശ്വാസ കൈമാറ്റത്തിൽ ഈ ഒരു ഓർത്തഡോക്സ് വിശ്വാസി ഈ മകള് കാണിക്കുന്ന തീക്ഷ്ണത അത് അതിതീവ്രമാണ്. അത് നമ്മൾ മാതൃകയാക്കേണ്ട ഒരു വിഷയമാണ്. അതായത് കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസം കൈമാറാൻ വേണ്ടി അവർ കാണിക്കുന്ന വലിയൊരു തീക്ഷ്ണത. അവസാനമായിട്ട് ഈ മകൾക്ക് ദൈവപിതാവ് ഒരു ബോധ്യം കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് ഈ മകൾ പറയുന്നത് പ്രകാരമാണ്, എനിക്ക് എല്ലാ സഹോദരങ്ങളോടും എനിക്ക് ഉടമ്പടിയിൽ നിന്നും പഠിക്കാൻ കിട്ടിയ ഒരു മോറൽ എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മ നമ്മൾ ഓരോ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അമ്മ നമുക്ക് സ്വർഗത്തിൽ ഒരു മുറിയുടെ ഓരോ ഇഷ്ടിക പണിയുകയാണെന്ന് മനസ്സിലായി. കാരണം ഞങ്ങൾക്കത് എപ്പോഴും ഒരു വാക്യമുണ്ട്, പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കരകയറുന്ന ഒരു ഗോവേണിയായിട്ടാണ് ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. അത് സത്യമായ കാര്യമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്താണ് ഈ യാക്കോബിൻ്റെ ഗോവണി?
യാക്കോബ് ബെർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ വിശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു കല്ല് തലയ്ക്ക് അടിയിൽ വെച്ച് വിശ്രമിക്കുന്ന സമയത്ത് യാക്കോബിന് വലിയൊരു ദർശനമുണ്ടാവുകയാണ്. ഒരു ഗോവണി അതിൻ്റെ ഒരറ്റം ഭൂമിയിലും മറ്റേ അറ്റം സ്വർഗത്തിലുമായിരിക്കുന്നു. ഒപ്പം ദൈവദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. വചനം ഉൽപ്പത്തി 28:12 യാക്കോബിനുണ്ടായ വലിയൊരു ദർശനമാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശുദ്ധ അമ്മയെ യാക്കോബിൻ്റെ ഗോവണി എന്ന് സഭ വിശേഷിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, സ്വർഗത്തിലേക്ക് കൃപകൾ കൊണ്ടുവരുന്ന ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയാണ് ദൈവമാതാവ്. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനുഷ്യകുലത്തിന് മുഴുവനുമായിട്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെ സമ്മാനിച്ചിട്ട് രക്ഷകൻ യാത്രയാകുന്നത്. അപ്പോൾ ഈ അമ്മയെ അഭയം പ്രാപിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ വാങ്ങിത്തരുന്ന കുറേ കൃപകളുണ്ട്. അതിനെ സൂചിപ്പിക്കുന്നതിനാണ് പരിശുദ്ധ അമ്മയെ യാക്കോബിൻ്റെ ഗോവണി എന്ന് വിശേഷിപ്പിക്കുന്നത്. വീണ്ടും വചനത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഉൽപ്പത്തി 28 20-21 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ദർശനമുണ്ടായ സ്ഥലത്ത് യാക്കോബ് വലിയൊരു ഉടമ്പടി ചെയ്യുകയാണ്, ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. ആ പ്രതിജ്ഞ ഇപ്രകാരമാണ്: ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ സ്ഥലത്തേക്ക് സുരക്ഷിതമായി എന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്താൽ കർത്താവ് തന്നെയായിരിക്കും എൻ്റെ ദൈവം. അപ്പോൾ ദൈവമായിട്ട് വീണ്ടും തൻ്റെ സ്നേഹ വാഗ്ദാനത്തിൻ്റെ വലിയൊരു ഉടമ്പടി യാക്കോബ് ചെയ്യുകയാണ്. ബഥേൽ എന്നാണ് യാക്കോബ് ആ ഒരു പ്രത്യേക സ്ഥലത്തിന് പേരിടുന്നത്. അതിൻ്റെ ആദ്യത്തെ പേര് ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര്. ഇവിടെ ഉൽപ്പത്തി 28 20-21 തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയെ എന്തുകൊണ്ട് യാക്കോബിൻ്റെ ഗോവണി എന്ന് വിശേഷിപ്പിക്കുന്നു എന്നതിൻ്റെ ഉത്തരം യാക്കോബിൻ്റെ ഈ പ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്നാമതായിട്ട്, ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നമുക്കറിയാവുന്നതുപോലെ മരിയൻ ഉടമ്പടിയുടെ ഒരു വലിയ മർമ്മം എന്നുള്ളത്, ഒരു ഫീച്ചർ എന്നുള്ളത് ദൈവത്തിൻ്റെ ഈ കൂടെയുള്ള സാന്നിധ്യമാണ്. രണ്ടാമതായിട്ട്, യാക്കോബിൻ്റെ പ്രതിജ്ഞയുടെ ഭാഗമായിട്ട് വരുന്നത് എന്നെ സംരക്ഷിക്കണം. അതെ, ഉടമ്പടിയുടെ വലിയൊരു സ്വഭാവമാണ് നമ്മുടെ കുടുംബത്തിനും ഉടമ്പടി എടുത്തവർക്ക് ലഭിക്കുന്ന വലിയ സംരക്ഷണം. മൂന്നാമത്തെ കാര്യം യാക്കോബിൻ്റെ പ്രതിജ്ഞയിൽ വരുന്നത് ഉണ്ണാനും ഉടുക്കാനും തരണം എന്നുള്ളത്. അത് 111 സങ്കീർത്തനം 5 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തൻ്റെ ഭക്തർക്ക് വേണ്ട ആഹാരം നൽകുന്നു, തൻ്റെ ഉടമ്പടിയെ ദൈവം എന്നേക്കും അനുസ്മരിക്കുന്നു. അപ്പോൾ ഈ ആഹാരം നൽകലും ഉടമ്പടിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വീണ്ടും നമ്മൾ ലൂക്കായുടെ സുവിശേഷം 1-53 തിരുവചനത്തിൽ മരിയൻ സ്തോത്രഗീതത്തിലും നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് ധന്യരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ഈ ഒരു മരിയൻ സ്തോത്രഗീതം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് കുറേ നാൾക്ക് മുമ്പ് ഒരു അമ്മ, 50 വയസ്സിന് മുകളിലുള്ളൊരു അമ്മയാണ്. ആ അമ്മയുടെ സാക്ഷ്യമാണ് ഇങ്ങനെ ഓടി വന്നത്. ആ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, 50 വയസ്സ് കഴിഞ്ഞ ഈ അമ്മ നിറയെ സ്വർണ്ണാഭരണങ്ങളുമായി അൾത്താരയിൽ വന്നു നിന്നുകൊണ്ട് പുഞ്ചിരിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞ പ്രകാരമാണ്: എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ അമ്മ മരിയൻ ഉടമ്പടി വഴിയായി എനിക്ക് ചേർന്ന ഒരു ജീവിത പങ്കാളിയെ നൽകിയെന്ന്. ഞാൻ മനസ്സിൽ പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിച്ചൊരു സാക്ഷ്യമാണത്. ആ അമ്മയുടെ സന്തോഷത്തിൻ്റെ ആ ഒരു മുഖം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മായുന്നില്ല. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് ധന്യരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. അപ്പോൾ ഈ ഭർത്താവ് കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞാണ് ഈ മകള് വിവാഹഭൂഷിതയായി ഈ അൾത്താരയിൽ അമ്മയുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അത് അമ്മയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് നിൻ്റെ ഏതവസ്ഥയിലും നിന്നെ സഹായിക്കാൻ പറ്റും. അതാണ് ഉണ്ണാനും ഉടുക്കാനും
കൊടുക്കുക, തരിക എന്ന് പറയുന്നു. നാലാമതായിട്ട് യാക്കോബിൻ്റെ പ്രതിജ്ഞയിലുള്ളത് ഇപ്രകാരമാണ്. അതായത് ഉൽപ്പത്തി 28-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പിതാവിൻ്റെ ഭവനത്തിലേക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ തിരിച്ചു വരണം. ഇവിടെ പരിശുദ്ധ അമ്മയുടെ റോൾ എന്താണ്? നമ്മുടെ നിത്യനായ പിതാവിൻ്റെ അടുത്തേക്ക് സ്വർഗത്തിൻ്റെ വാതിലായ ദൈവമാതാവ് മരിയൻ ഉടമ്പടി വഴിയായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ മറിയാമ്മ എന്ന ഓർത്തഡോക്സ് വിശ്വാസി. ആ മകള് ഇപ്രകാരമാണ് ഈ ഒരു യാക്കോബിൻ്റെ ഗോവണിയായ പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഓരോ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഏറെ പ്രത്യേകമായിട്ട് പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ ഓരോ ഇഷ്ടിക ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ മകളുടേതായ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശദീകരണമാണ്. പക്ഷെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈശോ നമുക്കായി വാസസ്ഥലം ഒരുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ മകളിലൂടെ ദൈവപിതാവ് വെളിപ്പെടുത്തുന്ന പ്രകാരമാണ്. ഓരോരോ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ സ്വർഗത്തിൽ ഒരു ഗോവണി തീർക്കുകയാണ്. ആ ഗോവണിയുടെ വാതിലായ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ഉള്ള ഒരു യാത്ര നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് സ്വർഗത്തിൽ തന്നെയാണ് എന്നുള്ള വലിയൊരു വെളിപാടാണ് ഈ മകൾക്ക് കൊടുക്കുന്നത്. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട്, ഞാനൊരു ദിവസം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്. ഒരു സ്ഥലം പ്രത്യേകമായി കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പറയുകയാണ്. അപ്പോൾ പുറകിലോട്ട് നോക്കാൻ പറയുമ്പോൾ ഈ മകള് വിചാരിക്കുന്നുണ്ട്, പരിചയമുള്ള ആരെങ്കിലും വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോരാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നതായിരിക്കും, വണ്ടിയിൽ ഓണടിച്ചുകൊണ്ട്. അങ്ങനെയുള്ളൊരു ചിന്തയാണ് ഈ മകളുടെ മനസ്സിലേക്ക് വന്നത്. പക്ഷേ ദൈവമാതാവ് കാണിച്ചു കൊടുത്തത് അവിടുത്തെ ഒരു കുരിശടിയിലിരിക്കുന്ന നനഞ്ഞ കുതിർന്ന ഒരു കെട്ട് പത്രങ്ങളാണ്. ആ മകൾ പറയുന്നുണ്ട്, 10-30 പത്രങ്ങൾ അതുണ്ടായിരുന്നു. ഞങ്ങൾ മൈലുകളോളം താണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം ആ ഒരു പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. അതെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ സംരക്ഷണത്തോടു കൂടിയിട്ടുള്ള വലിയ ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ അമ്മ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു 15 മിനിറ്റോളം വരുന്ന സാക്ഷ്യം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ആ അമ്മയ്ക്ക് ദൈവപിതാവ് കൊടുത്ത ബോധ്യങ്ങളാകട്ടെ വലിയവയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഒന്ന് മാത്രമാണ്. അതായത് മരിയൻ ഉടമ്പടി എടുക്കുന്ന ഒരു ദൈവ പൈതൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ചിന്ത ഈ മകളുടെ സാക്ഷ്യ അടിസ്ഥാനത്തിൽ കുറ്റമറ്റവനായി ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും വ്യാപരിക്കുക. രണ്ടാമതായിട്ട് ആഴമായ അനുതാപം ഉണ്ടായിരിക്കുക. മൂന്നാമതായിട്ട് ദൈവമാതാവിനെ കൂട്ടുപിടിക്കുക. കാരണം അവൾ സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. ജപമാല എന്നുള്ളത് ലോകത്തെ കീഴടക്കാനുള്ള ആയുധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മകളെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഇന്നത്തെ ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയിലൂടെ നമ്മൾ ശ്രവിച്ചതുപോലെ യാക്കോബ് ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടി പ്രതിജ്ഞയുടെ 4 ഭാഗങ്ങൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ, ഞങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും തരാനും, ഞങ്ങളെ സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനും, അവസാനം നിത്യപിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാനും നീ ഞങ്ങൾക്ക് അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ മരിയൻ ഉടമ്പടിയിൽ ഞങ്ങളെ പങ്കാളികളാക്കിയതിന് നന്ദി പറയുന്നു. ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ വിശ്വസ്തതാപൂർവ്വം പാലിക്കുന്നതിലൂടെ ആഴമായ പാപബോധവും അതുവഴി ജീവിത വിശുദ്ധീകരണവും നടത്തി നിത്യതയെ ലക്ഷ്യമാക്കി ദൈവമാതാവിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുവാനുള്ള വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ.